ഹായ്, ഇപ്പോൾ കോളേജിലാണ്. എൻ്റെ വൈവ കഴിഞ്ഞു, പ്രൊജക്റ്റിൻ്റെ വൈവയായിരുന്നു. അത് കഴിഞ്ഞു. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും എളുപ്പത്തിൽ പറയാനും എല്ലാം പറ്റി. സോ ഭയങ്കര ഹാപ്പിയാണ്. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയമാണെങ്കിലും ഇംഗ്ലീഷ് പറയാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. പക്ഷേ ആ മാം ഇന്ദു എന്നാണ് മാമിൻ്റെ മാം. പുള്ളിക്കാരി എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക കോൺഫിഡൻ്റ് ആക്കിയിട്ടാണ് ബാക്കി പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്കിലേക്കൊക്കെ കടന്നു. അപ്പോൾ നല്ല ഈസി ആയിട്ട് പറയാൻ പറ്റി. അപ്പം അങ്ങനെ ഇന്നോടുകൂടി പ്രൊജക്റ്റിൻ്റെ തലവേദന കഴിഞ്ഞു. പിന്നെ എൻ്റെ ഗൈഡ് സവിതാ മാമായിരുന്നു. സവിതാ മാം നല്ലതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിസാം, പൊന്നു ചേച്ചി, ഇവരെല്ലാവരും എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ വരെ എത്തിയത്. പ്രൊജക്റ്റ് എഴുതാനായാലും പ്രൊജക്റ്റിൻ്റെ പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാനായാലും പൊന്നു ചേച്ചിയും ഇഞ്ചിസാമും എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ സവിതാ മാമും എപ്പോഴും അവൈലബിൾ ആയിരുന്നു. മാമിൻ്റെതായ തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളെപ്പോൾ സംശയം ചോദിച്ചാലും പുള്ളിക്കാരി ആക്റ്റീവായിട്ട് എല്ലാം പറഞ്ഞു തരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഇപ്പം ഈ ഒരു അവസരത്തിൽ ഈ ഒരു മാധ്യമത്തിലൂടെ നന്ദി പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കോളേജിലാണ്. ഇനി വീട്ടിലേക്ക് പോകും. നമ്മളിനി ക്യാമറയിൽ ഞാൻ വരണത് രാത്രി ആയിരിക്കും. രാത്രി ഇപ്പോൾ നിങ്ങൾ ടൈറ്റിലും തമ്മിലൊക്കെ കാര്യം കണ്ടു കാണുമായിരിക്കും. രാത്രി നമ്മൾ അതിന് വേണ്ടി തന്നെയാണ് പോകുന്നത്. സോ നമുക്ക് രാത്രി കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. അപ്പോൾ രാത്രി ക്യാമറയിൽ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ തുടരും സിനിമ കാണാൻ പോവാണ്. ഇപ്പോൾ സമയം ഒരു 6 മണി 6:30 ആയി. ഇച്ചിരി ലേറ്റായി പോയി നമ്മൾ ഇറങ്ങാൻ. അപ്പോൾ നമ്മളിന്ന് സിനിമയ്ക്ക് പോയിട്ട് ഞാൻ ആദ്യമായിട്ട് രാത്രി സിനിമയ്ക്ക് പോകുന്നത്. ആരും ഇല്ലാതെ. പകൽ സമയത്തൊക്കെ പോകും, രാത്രി ഇത് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നത്. ഇവിടെ തിരിച്ചാട്ടോ. ഇവിടെ അല്ലേ? 5474 74 നോക്കി. തിരിഞ്ഞു പോയതാ, സോറി. നമുക്ക് 7 മണിക്കും പറ്റൂലേ ചേട്ടാ? ആണല്ലേ? അയ്യോ, ലേറ്റായി പോയി. ഒരു മിനിറ്റ്. ഇതാണ് ന്യൂ സെൻട്രൽ ടാക്കീസ്. നമ്മളിത് അകത്ത് കയറാൻ പോവാണ്. ഞാൻ ഉദ്ദേശിച്ച സെൻട്രൽ ടാക്കീസ് ഇല്ല. സെൻട്രൽ ടാക്കീസ് ഉണ്ട്, ന്യൂ സെൻട്രൽ. ഹലോ, സെൻട്രൽ ടാക്കീസ് ഉണ്ട്, ന്യൂ സെൻട്രൽ ടാക്കീസ് ഉണ്ട്. ഇത് ന്യൂ സെൻട്രൽ ടാക്കീസാണ്. ഞങ്ങനെ വെച്ച് വന്നു പോയത് സെൻട്രൽ ടാക്കീസിലാണ്. കേട്ടോ, ഇതൊരു വമ്പൻ സെറ്റപ്പാണല്ലോ. അതേ ഇവിടെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കഫറ്റീരിയ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ എത്തി. അതിൽ 7 മണി എന്ന് പറഞ്ഞാലും എനിക്ക് പിന്നെ കാണിച്ചു 6:50 6:51 റേഞ്ച് കാണിച്ചായിരുന്നു. നോക്കട്ടെ, സ്ക്രീൻ 1ഉം 2ഉം ഒക്കെ എവിടെ നിന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കട്ടെ. വന്നിട്ട് മറ്റേതല്ലല്ലോ ഇത് സ്ക്രീൻ 1ആണോ? ആയിരിക്കും. ഏടാ, ഇതുണ്ടോ? എന്തൊരു വലിയ പ്രൊജക്റ്റാന്ന് കാണുന്നുണ്ടോ? ഉണ്ടോ? ഇത് പണ്ടത്തെ ഫിലിം റീലാണിത്. ഉണ്ടോ? വർക്കിംഗ് കണ്ടീഷൻ ഒന്നാണെന്ന് അറിയത്തില്ല. എൻ്റെ മോനെ, ഇത് ഏതാ ലെവല്? ഉണ്ടോ? പണ്ടത്തെ വലിയ പ്രൊജക്റ്റ്, അത് വലിയതായിട്ട് വെച്ചേക്കുന്നുണ്ടോ? കൊള്ളാല്ലേ? ഓക്കെ, നമുക്ക് സ്ക്രീൻ 2 ഓടിക്കാം. ഉണ്ടോ? മുകളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഫിലിം റീലില്ലേ, ആ റീല് കറക്കി പണ്ട് ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് സിനിമകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു.
ഇതാണോ സ്ക്രീൻ 2? സ്ക്രീൻ 2 ഇതാണോ? അപ്പോൾ ഇതാണ് ന്യൂ സെൻട്രൽ ടാക്കീസിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വഴി. കണ്ടോ? എനിക്ക് മുഴുവനായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ആ ഒരു ലൈറ്റിൻ്റെയും ഒക്കെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. കൊള്ളാമായിരുന്നു. നല്ല ലെഗ് സ്പേസും അതേപോലെ നല്ല സീറ്റായാലും നല്ല കംഫർട്ടായിരുന്നു, നല്ല സ്ക്രീനായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വനിതാവിനതയൊക്കെ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു തിയേറ്ററാണിത്. എല്ലാം കൊണ്ടും ഉഷാറായിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി, ഇപ്പോൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, പോകണം. സിനിമയുണ്ടോ? ഇപ്പോൾ ആൾക്കാർ വരുന്നതാണ്. ഇപ്പോൾ 9 സംതിങ് സിനിമ, 10 മണിയായ സമയം. ഇങ്ങോട്ട് വരുമായിരിക്കും. തിയേറ്ററൊക്കെ നല്ല തിയേറ്ററാട്ടോ, നല്ല തിയേറ്ററാണ്, നല്ലൊരു ആംബിയൻസാണ്. വനിതാവിനതയൊക്കെ പോലെ ഒറ്റയ്ക്ക് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടുത്തെ അപേക്ഷിച്ച് ഒച്ചപ്പാടും ബഹളവും തിരക്ക് ഇച്ചിരി കുറവാണ്, സമാധാനമുണ്ട്. അതൊരു നമ്മുടെ വണ്ടിയാണോ? അല്ല, നമ്മുടെ വണ്ടി എത്തുന്നേ ഉള്ളൂ. എനിക്കിത് തിയേറ്റർ അറിയില്ലായിരുന്നു. എന്തോ ഒരു ഷോപ്പ് എന്തോ കാണിച്ചിട്ട് ആരെങ്കിലും ഫ്രണ്ടിക്ക് ഇട്ടു. സാറില്ല 10:74 അല്ലെങ്കിൽ തിയേറ്ററിന് അതൊന്ന് എളുപ്പത്തിൽ കിട്ടായിരുന്നു. കിട്ടായിരുന്നു, കണ്ടു നിൽക്കുന്നത്. അവന്റെ കണ്ടീഷൻ എനിക്കറിയില്ല. അത് സാറില്ല. അയ്യോ, അതൊന്നും കുഴപ്പമില്ല. 10:74. 10:74. എനിക്കറിയാതെ ഞാൻ കയറി, എന്താ സംഭവം ഒന്നും കണ്ടില്ല. കുറെ വണ്ടിയും പാർക്ക് എന്താന്നും അറിയില്ല. ഇത് ഇവിടുത്തെ പ്രശസ്തമായ തിയേറ്റർ അല്ലേ? അറിയാമായിരിക്കുന്ന ഞാനും വിചാരിച്ചേ. ഇല്ല, ഞാൻ പുറത്തുനിന്ന് ഓടുന്നല്ലേ നമ്മള്. ആണോ? അറിയില്ല. ഞാൻ മലപ്പുറംകാരനാ. ഞാൻ വയനാട്ടുകാരനാ. വയനാട്. വയനാട് എവിടെയാ? വയനാട് മാനന്തവാടി. മാനന്തവാടി രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. എവിടെ? നമ്മളെ സുൽത്താൻ ബത്തേരി മാനന്തവാടിക്ക്. ഓ അവിടെ ദൂരം ഉണ്ടോ മാനന്തവാടിക്ക്? സുൽത്താൻ ബത്തേരിന് കുറച്ചും കൂടെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ദൂരമുണ്ട്. അവിടെ പോലീസ് രണ്ടാൾക്കാർ, ഒന്ന് സുജിത്ത് എന്ന് പറയും, ഒന്ന് ഷിയാബ്. എന്റെ അമ്മയുടെ ഞങ്ങള് പോലീസിലാ. ജോയ്സ് ജോൺ. ഏത് ഇതിലാണ്? ഇപ്പൊ വെള്ളമുണ്ടല്ല, മണ്ടോട്ടിലൊക്കെ ഇരുന്നിട്ടുണ്ട്. വർക്ക് ചെയ്യണത് കറക്റ്റ് സുൽത്താൻ ബത്തേരി സ്റ്റേഷനിൽ. അച്ചാച്ചൻ വെള്ളമുണ്ടിലൊക്കെ ഇരുന്നിട്ടുണ്ട്. തിരിച്ചല്ലേ കൊണ്ടത്? അതെ, തിരിച്ച്. എന്താ പേര്? പ്രശാന്ത്. എന്റെ പേര് ജയ്ബിൻ. അതെ. ശരി. ശ്രീദേവി ചേച്ചി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ താക്കോല് ഇവിടെ വെച്ചിട്ടാണ് പോയത്. പാവം ചേച്ചി ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവണം, നോക്കട്ടെ. എന്താണ്? മുട്ട കറി വെച്ചിട്ടുണ്ട്. മുട്ട കറി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി, 2 ചപ്പാത്തി ഉണ്ട്. രാവിലെ കഴിക്കാനുള്ളതുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതും ഉണ്ട്. ഓക്കെ, മുട്ടക്കറി നമുക്കിപ്പോൾ എടുക്കണ്ട, കാരണം ബീഫുണ്ട്. മുട്ടക്കറി നമുക്ക് നാളത്തേക്ക് എടുക്കാം, നാളെ രാവിലത്തേക്ക് ഉച്ചക്കത്തേക്ക് എടുക്കാം. അപ്പം നമുക്ക് ബീഫ് കഴിക്കാം. ബീഫ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ തുടരും സിനിമ കണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് മോഹൻലാലിൻ്റെ സിനിമകൾ, കുറേ സിനിമകൾ ഇറങ്ങി, എല്ലാം പടക്കം വരുന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മോഹൻലാൽ സിനിമകളായിട്ട് കമ്പയർ ചെയ്യുമ്പം
വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഈ സിനിമ. എസ്പെഷ്യലി താങ്ക് യു ഫോർ തരുൺ മൂർത്തി. എല്ലാവരും പറയണ പോലെ വിൻറ്റേജ് ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നതിന് ഒരുപാട് സന്തോഷം. പുള്ളിക്കാരൻ്റെ ആ ഒരു ആക്ടിങ്ങും ആ ഒരു ഇതൊക്കെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവരും പറഞ്ഞൊരു ദൃശ്യം മോഡൽ സിനിമയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ദൃശ്യത്തോട് കിടപിടിക്കുന്ന രീതിയിലൊന്നും ഒന്നുമില്ല. പക്ഷേ സിനിമ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ഒന്നുമില്ല. എന്നാൽ മോഹൻലാലിൻ്റെ ഒരു അഭിനയമില്ലേ, പുള്ളിക്കാരൻ ഇപ്പോൾ ഈ കാലത്തിനിടയ്ക്ക് അഭിനയിച്ച പല സിനിമകളുടെയും ഷെയ്ഡ് നമുക്കിതിനകത്ത് പല സ്ഥലത്തും കാണാം. പക്ഷെ ദൃശ്യം എനിക്ക് കാണാൻ പറ്റിയില്ല. അതല്ലാതെയുള്ള പല 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 ഭാഗങ്ങളും നമുക്ക് അവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു ഷെയ്ഡ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പിന്നെ പല സിനിമകളിലത്തെ ഈ ആക്ഷൻ സീൻസൊക്കെ വരുമ്പോൾ ഭയങ്കര സൂപ്പർ നാച്ചുറൽ പവറൊക്കെ തോന്നുമെങ്കിലും ഇതിനകത്ത് ആക്ഷൻ സീൻസ് കാണിക്കുമ്പോൾ നമുക്കറിയാം ഇവൻ അതിന് പറ്റും, അല്ലെങ്കിൽ ഇവൻ അതിനുള്ള ആ ഒരു കഴിവുണ്ടെന്നുള്ളത് നമുക്കറിയാം. കാരണം ആദ്യം മുതലേ സിനിമയ്ക്കകത്ത് അതിൻ്റെ ഒരു കാരണം പറഞ്ഞ് പോകുന്നുണ്ട്. ഇവൻ ആക്ഷൻ ചെയ്യും എന്നുള്ളത് പല സമയത്ത് ആ സിനിമയിൽ പലവട്ടം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അതിങ്ങനെ പറഞ്ഞ് നമ്മുടെ ഇവിടെ ഇങ്ങനെ തരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓക്കെ ആക്ഷൻ ചെയ്യും, പറ്റും എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അതിനകത്തൊന്നും പറയാനില്ല. ഫൈറ്റ് സീൻസൊക്കെ അടിപൊളിയായിരുന്നു. ആക്ഷൻ സീൻസൊക്കെ ഒന്നിനൊന്നും വെച്ചത് നമ്മൾ ഈ ട്രെയിലറിലൊക്കെ കാണുന്ന മറ്റേ ഇങ്ങനെ ചാടി വരുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ തിയേറ്ററിലിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വാവ് ഓസം. അതേപോലെ എനിക്ക് മോഹൻലാലിനെ കഴിഞ്ഞും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പ്രകാശ് വർമ്മൻ എന്ന വില്ലനെയാണ്. പുള്ളിക്കാരൻ്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത് അത് ഭയങ്കരമാണ് കേട്ടോ. ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്തും അത് ഭയങ്കര പ്രസൻസാണ്. നമ്മൾ എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് സൂപ്പറാണ്. നന്നായി പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതിൽ ഓരോരോ ഫ്രെയിം വർക്ക് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പലപ്പോഴും ആ പ്രകൃതിയോട് ഇഴുകിച്ചേരുന്ന രീതിയിലുള്ള ഫ്രെയിം വർക്ക്സാണ്. അതെല്ലാം കൊണ്ട് കൊള്ളാം, സൂപ്പർ. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് രാത്രി സിനിമയ്ക്ക് പോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതും കുഴപ്പമില്ലായിരുന്നു. സേഫായിട്ട് പോകാനും വരാനൊക്കെ പറ്റി. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, അതാണ്. സോ അതാണ് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് രാത്രി സിനിമ കാണാൻ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും പോകാനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് രാത്രി സിനിമയ്ക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിന് ഇതൊക്കെ ഉണ്ട്. സെക്കൻഡ് ഷോയ്ക്ക് ആണെങ്കിലും വേണമെങ്കിൽ പോകാനുള്ളൊരു കോൺഫിഡൻസ് വന്നു. കാരണം രാത്രി കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് രാത്രി പകൽ കാണുന്ന പോലെ ക്ലിയർ ആയിട്ട് കാണത്തില്ല. പക്ഷെ ഇപ്പോൾ കൊള്ളാം, ഇപ്പം ഞാൻ കോൺഫിഡൻ്റാണ്. അപ്പോൾ ശരി, നമുക്ക് നോക്കാം. ടാറ്റാ.